പുതുക്കാട് മണ്ഡലത്തിലെ മലയോര മേഖലയായ മറ്റത്തൂരിൽ വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായിരുന്നു. രാവിലെ 7-ന് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. വോട്ടെടുപ്പ് തുടങ്ങാൻ ചില പോളിംഗ് കേന്ദ്രങ്ങളിൽ താമസം നേരിട്ടെങ്കിലും 7:30-യോടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സുഗമമായ വോട്ടെടുപ്പ് നടന്നു. രാവിലെ 7 മുതൽ 10 വരെയുള്ള 3 മണിക്കൂറിനുള്ളിൽ ശരാശരി 20% വോട്ടുകൾ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തി. കർഷകരും കർഷക തൊഴിലാളികളും കച്ചവടക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളുമായ വോട്ടർമാർ രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷമാണ് തൊഴിലിടങ്ങളിലേക്ക് പോയത്. ഉച്ചസമയത്തെ കടുത്ത ചൂട് കണക്കിലെടുത്ത് വീട്ടമ്മമാരും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. വെള്ളിക്കുളങ്ങര വനമേഖലയിലെ ആദിവാസി വോട്ടർമാർക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇത്തവണ ഉന്നതിയിൽ തന്നെ ഒരുക്കിയിരുന്നു. ശാസ്താംപൂവം ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരുന്നത്. കാരിക്കടവ്, മലയൻ ഉന്നതി, ശാസ്താംപൂവം, കാടർ ഉന്നതി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആദിവാസി വോട്ടർമാർ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി. തേൻ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി ആദിവാസി കുടുംബങ്ങൾ പലരും ഉൾക്കാട്ടിൽ താമസിച്ചു വരുന്നതിനാൽ ഏതാനും പേർ വോട്ട് ചെയ്യാൻ എത്തിയില്ല. 2 ഉന്നതികളിൽ നിന്നുള്ള 158 വോട്ടർമാരിൽ 109 പേർ വോട്ട് രേഖപ്പെടുത്തി. ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമായ കൊടകര പഞ്ചായത്തിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. തേശ്ശേരി LP സ്കൂളിലെ പോളിംഗ് ബൂത്ത് പ്രശ്നസാധ്യത ബൂത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നതിനാൽ സായുധ പോലീസിന്റെ സുരക്ഷയിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടന്നത്.